ഹലോ ഗൈസ്, പുതിയ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഗൈസ് UCL അങ്ങനെ ബാർസ ജയിച്ചിട്ടുണ്ട്. ഗൈസ് സൂപ്പർ മാച്ച് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാച്ചായിരുന്നു. ഫസ്റ്റ് ലെഗ് 1-1 സമനിലയിലായിരുന്നു കളി തീർന്നത്. സെക്കൻഡ് ലെഗ് തുടങ്ങി 6-ാം മിനിറ്റിൽ തന്നെ ബാർസ സ്കോർ ചെയ്തു. ഗൈസ് അത് കഴിഞ്ഞ് ന്യൂക്കാസിൽ സ്കോർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 2-2 സമനിലയായി. അങ്ങനെ ഗൈസ് അത് കഴിഞ്ഞ് 47-ാം മിനിറ്റ് പെനാൽറ്റി കിട്ടി ബാർസയ്ക്ക്. അങ്ങനെ എമാൽ ഗോളടിച്ച് 3-2 ആയി. ഗൈസ് അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ 4 ഗോളാണ് ബാർസ അടിച്ചത്. മുഴുവൻ 7 ഗോൾ അടിച്ചു. അത് ഗൈസ് ഒരു ലെഗിൽ തന്നെ 7-2 തോൽപ്പിച്ചത് ന്യൂക്കാസിലിനെ ഇല്ലാതാക്കി അങ്ങ് വിട്ടെന്ന് തന്നെ പറയാം. ഗൈസ് സെക്കൻഡ് ഹാഫിൽ ലെവൻഡോസ്കി 2 ഗോള്. ഗൈസ് അതുപോലെ തന്നെ റാഫീനയും 2 ഗോൾ അടിച്ചായിരുന്നു. ഗൈസ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പം ഫെർമീൻ ലോപ്പസിൻ്റെ ഒരു ഗോളുണ്ട്. ഗൈസ് 2 ടച്ചിൽ എമാലിൻ്റെ ആ പാസ് ഗൈസ് 2 ടച്ച് ഗോൾ അടിച്ചു സെക്കൻഡ് ഹാഫിൽ. ബാർസ സൂപ്പർ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ഗൈസ് ഇതുപോലെ കളിക്കുവാണെങ്കിൽ എന്തായാലും UCL അടിക്കും. ഗൈസ് ഈ സീസണിൽ ആര് UCL അടിക്കുന്നു നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഗൈസ് അതുപോലെ UCL ബയൺ അഗ്രിഗേറ്റ് 10-2 ജയിച്ചിട്ടുണ്ട്. പിന്നെ ലിവർപൂളും ജയിച്ചിട്ടുണ്ട്. അവർ 1 ഗോളിന് ഫസ്റ്റ് ലെഗ് തോറ്റിട്ട് സെക്കൻഡ് ലെഗ് 4 ഗോൾ അടിച്ച് ജയിച്ചു. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് 7-5 അഗ്രിഗേറ്റ് അവരും ജയിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് അടുത്ത ബയണിൻ്റെ കളി റയലുമായിട്ടാണ്. അതിലും ആര് ജയിക്കുമെന്ന് എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണേ. ഗൈസ് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഗൈസ് ഇപ്പം കോച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഈസ്റ്റ് ബംഗാൾ കളി അന്ന് അത് ഞങ്ങളുടെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഇനിയും തൊട്ട് ഞങ്ങൾ സൂപ്പറായിട്ട് കളിക്കും, ജയിക്കുമെന്നൊക്കെയാണ് ഇപ്പം കോച്ച് പറയുന്നത്. അത് ഞങ്ങളുടെ ഒരു ടേണിംഗ് പോയിൻ്റായിരുന്നു. അതിന് മുമ്പൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യവും ഞങ്ങളുടെ ടീമിൻ്റെ കുഴപ്പമൊക്കെയാണ്. പക്ഷേ കഴിഞ്ഞ കളി ഞങ്ങളുടെ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയായിരുന്നു എന്നാണ് കോച്ച് പറയുന്നത്. അടുത്ത കളി പഞ്ചാബുമായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാൻ ജയിക്കുമോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.